നവകേരള സദസ്സിന്റെ ഫ്ലക്സ് ബോർഡ് യൂത്ത് കോൺഗ്രസ് നശിപ്പിച്ചതിന് മറുപടിയുമായി രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഫ്ലക്സ് ബോർഡുകൾ നശിപ്പിച്ച് ഡിവൈഎഫ്ഐ. രാഹുൽ മാങ്കൂട്ടത്തിന്റെ നാടായ അടൂരിൽ ബോർഡുകൾ നശിപ്പിക്കുന്ന ദൃശ്യങ്ങൾ 24 ലഭിച്ചു. ശ്രീജിത്ത് ശ്രീകുമാരൻ വിവരങ്ങൾ നൽകാറുണ്ട്. ശ്രീജിത്ത്, രാഹുൽ മാങ്കൂട്ടത്തിന്റെ നാടായ അടൂരിൽ കണ്ടത് ഡിവൈഎഫ്ഐക്കാരുടെ അടിക്ക് തിരിച്ചടി എന്നതാണോ? അതായത് നവകേരള യാത്രയുടെ ഭാഗമായി വിവിധ മേഖലകളിൽ കോൺഗ്രസിന്റെ പ്രകടനവും പ്രതിഷേധവും നടക്കുന്നുണ്ട്. എന്തായാലും ആ പ്രതിഷേധത്തിൽ വ്യാപകമായാണ് പിണറായി വിജയന്റെയും നവകേരള സദസ്സിന്റെയും ഒക്കെ ഫ്ലക്സ് ബോർഡുകൾ വ്യാപകമായി നശിപ്പിക്കപ്പെടുന്നത്. അത് സംസ്ഥാന വ്യാപകമായി തന്നെ നടക്കുന്നുണ്ട്. കോൺഗ്രസിന്റെ പ്രതിഷേധം എവിടെ നടന്നാലും അവിടെ പിണറായി വിജയന്റെ ഫ്ലക്സ് ബോർഡുകൾ നശിപ്പിക്കപ്പെടുക എന്ന പതിവ് സംഭവമായി മാറിയിരിക്കുകയാണ്. ഇതിന് തിരിച്ചടി നൽകുകയാണ് അടൂരിലെ ഡിവൈഎഫ്ഐ പ്രവർത്തകർ. അവർ കൃത്യമായ രീതിയിൽ അടൂർ രാഹുൽ മാങ്കൂട്ടത്തിന്റെ നാട് കൂടിയാണ്. KSUവും അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസും ഒക്കെ രാഹുൽ മാങ്കൂട്ടത്തിന് അഭിവാദ്യം അർപ്പിച്ചു. സംസ്ഥാന പ്രസിഡന്റായതിൽ അഭിവാദ്യം അർപ്പിച്ച് വെച്ച ഫ്ലക്സ് ബോർഡുകളാണ് ഇന്നലെ ഉച്ചയോടുകൂടി വ്യാപകമായി തന്നെ നശിപ്പിച്ചത്. ആ ദൃശ്യങ്ങൾ പകർത്തിയതും ഡിവൈഎഫ്ഐക്കാർ തന്നെയാണ്. ആക്ഷൻ എന്ന് ഒക്കെ പറഞ്ഞാണ് ഇത്തരത്തിൽ ക്യാമറ മുൻപിൽ വെച്ച് തന്നെ ഇത് അടിച്ചു തകർക്കുന്നത്. ഏതാണ്ട് 60-ലധികം വരുന്ന ഫ്ലക്സ് ബോർഡുകൾ ഈ പ്രദേശത്ത് വ്യാപകമായി നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇനി നവകേരള സദസ്സിന്റെ ഫ്ലക്സ് ബോർഡുകളിൽ ഒന്നിൽ തൊട്ടാൽ സ്വാഭാവികമായി രാഹുൽ മാങ്കൂട്ടത്തിന്റെ അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസിന്റെ കൂടുതൽ ഫ്ലക്സ് ബോർഡുകളും ബാനറുകളും തങ്ങൾ തകർക്കുമെന്ന പ്രഖ്യാപനമാണ് ഡിവൈഎഫ്ഐ ഇതിലൂടെ നടത്തുന്നത്. ശ്രീകുമാരൻ ആണ് വിവരങ്ങൾ നൽകിയത് പത്തനംതിട്ടയിൽ നിന്ന്.